ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. പരിശോധനയിൽ പുഴയിൽ നിന്ന് ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തി. നാവികസേനയുടെ തെരച്ചിലിലാണ് കണ്ടെത്തൽ. നാവികസേനയുടെയും ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ചിരൂരിൽ നേവി കണ്ടെത്തിയ കയർ അർജുന്റെ ട്രക്കിന്റേതെന്ന് ട്രക്ക് ഉടമ മനാഫ് വ്യക്തമാക്കി. നേവി കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ അർജുന്റെ ട്രക്കിന്റേതല്ലെന്നും മനാഫ് പറഞ്ഞു. ചിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. പരിശോധനയിൽ പുഴയിൽ നിന്ന് ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തി. നാവികസേനയുടെ തെരച്ചിലിലാണ് കണ്ടെത്തൽ. നാവികസേനയുടെയും ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും. ജോസഫ്, ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തെരച്ചിലിൽ അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയർ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കയർ ഈ വാഹന ഉടമയുടെ തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ നേവി ഉദ്യോഗസ്ഥർ പലവിധ കയറുകൾ മനാഫിനെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള കയറാണ് താങ്കളുടേതെന്ന് ചോദിച്ചു. അതിനുശേഷം പിന്നീട് പോയി ഇത്തരത്തിൽ കയർ മുറിച്ചുകൊണ്ട് വന്ന് മനാഫിനെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ വിദഗ്ധമായാണ് ഇത്തരത്തിൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് നേവി ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേവി പരിശോധന നടത്തുന്ന ഭാഗത്ത് കൃത്യമായ മാർക്കിങ്ങുകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഈശ്വർ മാൽപ്പയ്ക്കും നേവി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകി. നിങ്ങൾ വസ്തുക്കൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ ഭാഗം അടയാളപ്പെടുത്തി പോകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മാൽപ്പയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഉച്ചയൂണിനും മറ്റുമായി ഈ ദൗത്യം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്. ചിലപ്പോൾ സംഘവും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാറി നിൽക്കുകയാണ്. അല്പസമയത്തിനകം 4 അംഗ സംഘം ഈ മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ വീണ്ടും പരിശോധന നടത്തും. അതുപോലെ തന്നെ നേവിയും പരിശോധന അല്പസമയത്തിനകം പുനരാരംഭിക്കും. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ നിർണായകമായത് ഈ നേവി കണ്ടെടുത്ത രണ്ട് തെളിവുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറാണ്. ഈ മരം കെട്ടുന്നതിന് വേണ്ടി പ്രത്യേക രീതിയിലുള്ള കയറാണ് എന്നാണ് മനാഫ് തന്നെ വിശദീകരിച്ചത്. ഇത് മനാഫ് തിരിച്ചറിയുകയും ചെയ്തു. എന്തായാലും ഈ കയർ നേവി കണ്ടെത്തിയത് ഈ പുഴയുടെ അടിത്തട്ടിൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. പിന്നീട് അത് നേവി ഉദ്യോഗസ്ഥർ മുറിച്ചെടുത്തു കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ ഈ കയർ ഈ മനാഫിനെ കാണിച്ച് ഈ കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയത്. എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്നത് നേവിയുടെ ഈ തെരച്ചിൽ തന്നെയാണ്. നേവി കൃത്യമായും ആസൂത്രിതമായും മുൻപോട്ടുള്ള ഭാവി ദൗത്യങ്ങൾക്കൊക്കെ പ്രചോദനമാവുന്ന തരത്തിലുമാണ് ഇത്തരത്തിൽ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ഈ സാധനങ്ങൾ കിട്ടുന്ന ഇടങ്ങളിൽ കൃത്യമായ മാർക്കിങ്ങുകൾ നടത്തിയാണ് അവർ ഈ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം ഗജ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നേവി കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ അർജുന്റെ ട്രക്കിന്റേതല്ലെന്ന് മനാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. മനാഫിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ വണ്ടിയുടെ വാഹനമല്ല. രാവിലെ മറ്റേ നമ്മുടെ ഒരു ചെറിയൊരു സ്ക്രൂ പോലത്തെ ഒരു സാധനം കിട്ടിയിരുന്നല്ലോ, അതും ടാങ്കറിന്റെ ആവാനുള്ള സാധ്യത ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതെ, അത് പുതിയതാണ്. അത് ഇനി ബാർമെൻസ് ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടോ അറിയില്ല. നമ്മളെ പൈസ കൊടുത്തിട്ട് എന്തായാലും വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ അത് ഉപയോഗിച്ചിട്ടില്ല ആ ഷാക്കിൾ. ഇത് നേവിക്കാർക്കാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. നേവി അതിന്റെ കൂടെ തന്നെ ആ താഴെയുള്ള മറ്റു ഭാഗങ്ങളും കിട്ടിക്കുന്നു. ചെറിയ രണ്ട് അതിന്റെ ബാലൻസ് ഫീസ് നമുക്ക് ഇന്നലെ കിട്ടിയല്ലോ. ആ ഒരു കഷ്ണം അല്ലേ ഇന്നലെ കിട്ടിയ. അതിന്റെ സ്ട്രെങ്ത് ഭയങ്കരമായിരിക്കും. നിങ്ങൾ നോക്കി നോക്കി, ഇത് സോഫ്റ്റ് അല്ല ഉണ്ടാവുക. നമ്മൾ മരം കയറ്റുന്ന ഇതാണ്. ജോസഫ് അഗസ്റ്റിനുണ്ട്. ജോസഫ്, നിലവിൽ ശിരൂരിൽ നേവി കണ്ടെത്തിയ കയർ അർജുന്റെ ട്രക്കിന്റേതല്ലെന്നാണ് ട്രക്ക് ഉടമ മനാഫ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ലോഹഭാഗങ്ങൾ അർജുന്റെ ട്രക്കിന്റേതല്ലെന്നും മനാഫ് വ്യക്തമാക്കുന്നു. ഇനിയും തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഇനി തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നീക്കം ഈ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുക എന്ന് തന്നെയാണ്. ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടറും വ്യക്തമാക്കി. ഗോവയിൽ നിന്നാണ് ഈ ഡ്രഡ്ജർ സംവിധാനം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അത് എന്ന് എത്തിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഇതുവരെയും കൃത്യമായ ഉറപ്പ് നൽകാനായിട്ടില്ല. പക്ഷേ ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന്
ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കി. നാളെ ഒരുപക്ഷെ ദൗത്യം നിർത്തിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ദൗത്യം നാളത്തേക്ക് നീക്കിവെക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതേസമയം കാർവാർ MLA പറഞ്ഞത് ഇത്തരത്തിൽ ദൗത്യം മാൽപ്പെ അടക്കമുള്ള സംഘത്തെ ഉപയോഗപ്പെടുത്തി ദൗത്യം തുടരുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ കാർവാർ MLA അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ AK മഷറഫ് മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇതിന്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും സുപ്രധാനമായത് അർജുന്റെ ലോറിയിൽ നിന്ന് കയർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കയർ മുറിച്ചെടുത്ത് ആണ് ഈ നേവി ഉദ്യോഗസ്ഥർ ഈ മനാഫിനെ കാട്ടി ഇത് സ്ഥിരീകരിച്ചത്. മാത്രവുമല്ല ഈ കയർ ഉൾപ്പെടുന്ന ഭാഗം വലിയ മണ്ണിലും ചെളിയിലും പൊതിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഭാഗത്ത് ഇറങ്ങുന്നത് വളരെ ദുഷ്കരമായി തുടരുന്നു. കാരണം വലിയ രീതിയിലുള്ള മരക്കഷ്ണങ്ങളും മരവും ടിൻ ഷീറ്റുകളും മറ്റു ലോഹ ഭാഗങ്ങളും ഒക്കെ തന്നെ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ മുങ്ങിയെടുക്കുന്നത് ഇത്തരത്തിൽ ദുഷ്കരമാണ്. ഈ വലിയ രീതിയിൽ ഈ മണ്ണ് മാറ്റി അത് ഈ മരക്കഷ്ണങ്ങൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സുഗമമായി ലോറിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സുപ്രധാനമാകുന്നത് ഈ കയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ കയറിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയാൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലോറിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നാം കരുതുന്നത്. നാവികസേന ഉദ്യോഗസ്ഥർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവരുടെ തെരച്ചിലിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ ആയതിനാൽ തന്നെ മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അവർ പങ്കുവച്ചിട്ടില്ല. ഇപ്പോൾ പങ്കുവെച്ച വിവരം ഈ കയർ മുറിച്ചെടുക്കുകയായിരുന്നു എന്നാണ്. കയർ ഈ ലോറിയിൽ ഈ മരക്കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് മുറിച്ചെടുക്കുകയായിരുന്നു എന്നാണ് പ്രധാനമായും ഈ നേവി ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. മാത്രവുമല്ല ഇതിന്റെ സ്ഥാനം കൃത്യമായി ഈ വസ്തുക്കൾ കണ്ടെടുക്കുന്ന സ്ഥാനം കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നേരത്തെ ഈ നേവി ഉദ്യോഗസ്ഥർ 3 ഇടത്തായാണ് പരിശോധന നടത്തിയത്. അതായത് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ശക്തമായ ലോക സാന്നിധ്യങ്ങൾ കണ്ടെത്തിയ ആ റേഡിയസിന് ചുറ്റുമാണ് ഈ നേവി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ തരത്തിൽ കയർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെടുക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈസ്റ്റർ മാൽപ്പെ നടത്തിയ പരിശോധന ഈ ഭാഗത്ത് നിന്ന് ഈ സൂചന ലഭിച്ച ഭാഗത്തായിരുന്നില്ല, മറ്റു ഭാഗങ്ങളിലായിരുന്നു. അപ്പോൾ ഈ വിവിധ സാധനങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇത് ലോറിയുടെ ഭാഗമല്ലാത്ത വിവിധ സാധനങ്ങളാണ് കണ്ടെത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് ലോറിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടയറൊക്കെ ഉയർത്തി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാക്ക് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഷാക്കിൾ കണ്ടെത്തിയിരുന്നു. ഷാക്കിൾ മറ്റൊരു വാഹനത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു. ജാക്ക് മനാഫിന്റെ ലോറിയുടേതാണെന്ന്, അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് നേവി ഈ തെരച്ചിലിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അല്പസമയത്തിനകം ഈ ദൗത്യ സംഘം വീണ്ടും പുഴയിലിറങ്ങി പരിശോധന നടത്തും. ഇവിടെ മഴ പെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരുണ്ടു മൂടി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരുപക്ഷെ മഴ ഈ ദൗത്യത്തിന് വിഖ്യാതം സൃഷ്ടിക്കുമോ എന്നൊരു ഭയവും കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു. കാലാവസ്ഥ അനുകൂലമായി തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മാനം ഇരുണ്ടു വരികയാണ്. മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ 2ാം ഘട്ട തെരച്ചിലിന് വേണ്ടി മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ നാവികസേനാംഗങ്ങളും ഇപ്പോൾ ഇറങ്ങാൻ തയ്യാറാകുന്നത്. അവർ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഔദ്യോഗിക തലത്തിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന നടപടിക്രമങ്ങളാണ് ഗോവയിൽ നിന്നും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റന്നാളത്തേക്ക് എത്തിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. മാൽപ്പെ അടക്കം വിശദീകരിച്ചത് ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരുടെ ഒരു പ്രാധാന്യം ഇവിടെ കൊണ്ട് മങ്ങുകയാണ്. കാരണം ഇനി ഈ തെരച്ചിൽ നടത്തണമെങ്കിൽ കൃത്യമായി ഈ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വലിയ മരക്കഷ്ണങ്ങളും ടിൻ ഷീറ്റുകളും ഒക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ നീക്കം ചെയ്താൽ മാത്രമേ ലോറിയുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളൂ. ഇപ്പോൾ പുഴയുടെ മധ്യഭാഗത്തായി 6ഓളം കുന്നുകൾ ഇപ്പോൾ തെളിഞ്ഞ് കാണാവുന്ന സ്ഥിതിയാണുള്ളത്. മാത്രമല്ല 1.5 മീറ്റർ ആഴത്തിൽ ജലം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുങ്ങൽ വിദഗ്ധർ, നാവികസേന ഉദ്യോഗസ്ഥർ ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അവർ ഈ നങ്കൂരമിട്ട് തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ ഈ കയർ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവർ കൂടുതലായും
ഈ നങ്കൂരമിട്ട് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നു. അവരുടെ മുങ്ങൽ വിദഗ്ധൻ ഇപ്പോൾ മുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നാവികസേന ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളും അവർക്ക് ചുറ്റും റോന്തു ചുറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഒരു ഏകോപന സ്വഭാവത്തോടു കൂടി ഈ അന്വേഷണം, ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൂളൽ മഴ പെയ്യാൻ തുടങ്ങുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും ഇത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ നേവി കണ്ടെത്തിയ അർജന്റ് ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയർ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മനാഫ് അടക്കമുള്ളവർ സൂചിപ്പിച്ച കാര്യമാണ്, ഈ കയർ കണ്ടെത്തിയാൽ നമ്മുടെ ലോറിയിലേക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ശക്തമായി ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന കയർ, ഈ കയറിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മരം കെട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കയറാണ് കയർ. അതുകൊണ്ട് തന്നെ ഈ കയർ കണ്ടപ്പോൾ തന്നെ മനാഫ് ഇത് തിരിച്ചറിയായിരുന്നു. കാരണം ഈ കയർ വാങ്ങി നൽകിയത് മനാഫ് തന്നെയാണ്. ഈ കയറുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർമാർ പലപ്പോഴും ഈ പരാതികളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കയർ മേടിച്ചു കൊടുക്കുക, ഇവർക്ക് കൈക്കിണങ്ങിയ ഒരു കയർ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഉടമയുടെ ഒരു കടമ കൂടി ആണ് എന്ന് മനാഫ് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ കയർ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. ഈ നേവി ഉദ്യോഗസ്ഥർ ഈ മറ്റു ആളുകൾ മറ്റു കള്ളങ്ങളൊക്കെ പറയാതിരിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള കയറുകൾ ഈ മനാഫിനെ കാണിച്ചു. എന്നിട്ട് ഏത് തരത്തിലുള്ള കയറാണ് നിങ്ങളുടേതെന്ന് ആദ്യം ചോദിച്ചു. അതിനുശേഷമാണ് ഈ അടിത്തട്ടിലേക്ക് മുങ്ങി കയറിന്റെ കഷണം മുറിച്ചെടുത്തു കൊണ്ടുവന്ന് മനാഫിനെ അടക്കം ഏൽപ്പിച്ചത്. അപ്പോൾ മനാഫ് സ്ഥിരീകരിക്കേണ്ട ഇത് ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി ഈ ഭാഗത്ത് മരങ്ങൾ നീക്കി മണ്ണ് നീക്കി പരിശോധന നടത്തിയാൽ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൃന്ദ. ജോസഫ്, നിലവിൽ നമുക്ക് വ്യക്തമായി കാണാം ഗംഗാവലി പുഴയിൽ 6 മൺകൂനകളോളം കാണാൻ സാധിക്കുന്നു. ഇത് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇത് തെരച്ചിലിനെ ഏത് രീതിയിലാണ് ബാധിക്കുക? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു വനമേഖലയിൽ കൂടുതൽ മഴ പെയ്യുന്നത് ഇത് അടിയൊഴുക്കുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഈ ഗംഗാവലി പുഴയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് തെരച്ചിലിനെ ഏത് രീതിയിലാണ് ബാധിക്കുക? തീർച്ചയായും മഴ പ്രതികൂലമായി തുടരുന്ന സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം ഏറെ വെല്ലുവിളിയും ദുഷ്കരവുമായി തീരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഒരു തുള്ളി മഴ പോലും പെയ്യാത്തതാണ് ഈ ഇത്രത്തോളം ജലനിരപ്പ് കുറയാൻ കാരണം. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് വൃഷ്ടി പ്രദേശങ്ങൾ വനനിബിഡമായ പ്രദേശമാണ്. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മഴ ധാരാളം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല ഒരു മഴ പെയ്താൽ തന്നെ ഈ ഇത്തരത്തിൽ മലനിരകളിൽ നിന്ന് നീർച്ചാലുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഒരുപാട് നീർച്ചാലുകൾ ഇല്ലാതായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്ഥിതി മാറുന്നൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ മലമുകളിൽ നിന്ന് നീർച്ചാലുകൾ രൂപപ്പെടുകയും അത് ഈ ദൗത്യത്തിനേറെ വെല്ലുവിളിയായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും കാലാവസ്ഥ അനുകൂലമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അടക്കം ഇപ്പോൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. മറ്റ് വൃഷ്ടി പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മഴ കുറവാണ് ഇപ്പോൾ പെയ്യുന്നത്. പക്ഷേ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ദൗത്യത്തിന് അത് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉടലെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇതുവരെ ഈ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അനിഷ്ടമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ ഇരുണ്ടും മൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വൃന്ദ. ജോസഫ്, നേവിയുടെ ഭാഗത്ത് നിന്നുള്ള തെരച്ചിലാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? നേവിയുടെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തെരച്ചിലിന് വേണ്ടി വീണ്ടും എത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മുങ്ങി പരിശോധന നടത്തുന്നത്. അതായത് ഈ കയറ് ലഭിച്ച ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. മുങ്ങി അവർ റോന്ത് ചുറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഈ പുഴയ്ക്കും ഈ മൺകൂന കണ്ടെത്തിയതിനും നടുവിലായിട്ടാണ് ഇത്തരത്തിൽ ഈ നേവി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതായത് ലക്ഷ്മൺ നായിക്കിന്റെ കടയുടെ താഴെവശം ചേർന്ന് പുഴയിൽ കരയിൽ നിന്ന് ഏകദേശം ഒരു 60 മീറ്റർ മാറി ജലാശയത്തിൽ മൺകൂനയുടെ മൺകൂനയ്ക്കും കരയ്ക്കും നടുവിലായി ഒരു ഭാഗത്താണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഉദ്യോഗസ്ഥർ 2 ഡിങ്കി ബോട്ടുകളിലായി ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ മുങ്ങൽ വിദഗ്ധനെ അനുഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായി കയറ് കെട്ടി ഇറങ്ങിയ ശേഷം അദ്ദേഹത്തെ വലിച്ചു കയറ്റുന്നതടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജലാശയത്തെ ഇപ്പോൾ ശാന്തമായി ഒഴുകുകയാണ് ഇപ്പോൾ ഗംഗാവലി പുഴ. മാത്രവുമല്ല വലിയ രീതിയിലുള്ള അടിയൊഴുക്കും കുറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 2 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് ഇപ്പോൾ ഈ പുഴയുടെ അടിയൊഴുക്ക് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കയർ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലോറികൾ കരുതുന്ന ഭാഗം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ സ്ഥലത്ത് കൂടുതലായി പരിശോധന നടത്തിയാൽ മറ്റ് രക്ഷാദൗത്യത്തിന് എന്തൊക്കെയാണ് വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണ ലഭിക്കും. എന്തായാലും നാവികസേന ഉദ്യോഗസ്ഥർ കൃത്യമായ തെളിവുകൾ അതായത് ഈ ഇത്തരത്തിൽ ലഭിക്കുന്ന തെളിവുകൾ ആധികാരികമാക്കി ഉറപ്പിച്ചതിന് ശേഷം അവ കൃത്യമായി മാർക്ക് ചെയ്തതിനു ശേഷം ആ സ്ഥലത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഈ ദൗത്യമായി മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഈ രക്ഷാദൗത്യം കൃത്യമായി സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ദൗത്യമായി മുന്നോട്ട് പോകുന്നത്. മാൽപ്പയുടെ ദൗത്യം മറ്റൊരു രീതിയിൽ തന്നെയാണ് മുന്നേറുന്നത്. അദ്ദേഹം ഈ സാധ്യതാ പ്രദേശങ്ങളിൽ മുങ്ങി പരിശോധന നടത്തുകയാണ്. കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതും അദ്ദേഹത്തിന്റെ പരിശോധനയിലാണ്. അതായത് അദ്ദേഹം സാധ്യതകളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ളവർ ശാസ്ത്രീയ സംവിധാനങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി ആണ് ഉള്ളത്. ഈ റഡാർ സിഗ്നലും സോണാർ സിഗ്നലും അതുപോലെ തന്നെ ഐബോർഡ് സംവിധാനത്തിലും ലഭിച്ചിട്ടുള്ള സിഗ്നലുകൾ കേന്ദ്രീകരിച്ചും നടത്തുവാണ്. ഈ സിഗ്നലുകൾ തുടരുക. ഇപ്പോൾ നേവി PRO അതുൽ പിള്ള നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ അതുൽ പിള്ള, ഇപ്പോൾ അർജുനായുള്ള തിരച്ചിലിൽ